ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ALPയുടെ എക്സാം കഴിയാനായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സാംസ് ALP എക്സാം എഴുതിയ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ വീഡിയോസും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇൻഫോം ചെയ്താൽ നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി വരുന്നത് ടെക്നീഷ്യൻ, അതുപോലെ പിന്നെ ഏതാ വരുന്നത്, RPF വരുന്നുണ്ട്, JE വരുന്നുണ്ട്, പിന്നെ നമുക്ക് NTPC ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഡിസംബറിൽ ഇനിയുള്ളത് RPFും അതുപോലെ തന്നെ JE ടെക്നീഷ്യൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാംസിനും SSCയുടെ എക്സാംസിനും വരുന്ന NTPCക്കും എല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു 10 റീസണിങ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഇത് നമുക്കറിയാം അല്ലേ, പ്ലസ് മീൻസ്. അപ്പം ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. 15 into 9 plus 10 minus 5. 15 into 9 എന്ന് പറയുമ്പോൾ 45, 4 എത്ര വരിക, 135 എന്ന് വരും. പ്ലസ് 10 എന്ന് പറയുമ്പോൾ എത്ര വരും, 145 എന്ന് വരും. മൈനസ് 5 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാ വരിക, 140 എന്നാണ് ആൻസർ വരിക. എല്ലാ സ്റ്റെപ്പും ഇരുന്ന് എഴുതുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ 140 എന്നാണ് വരിക. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാംസിനും, സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ പാറ്റേൺ എക്സാംസിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്തത്, pointing at a photograph, Ramesh said, he is Rahul, my brothers. നമ്മൾ എന്ത് ചെയ്തു, രമേശിൽ നിന്നും നമ്മൾ തുടങ്ങുകയാണ് അല്ലെ. രമേശിന്റെ ബ്രദർ. ഓക്കെ, ബ്രദേഴ്സ് സൺ. ബ്രദറിന്റെ സൺ എന്ന് പറയുമ്പോൾ രമേശിന്റെ ആരാണ്, നെഫ്യൂ ആണ്. സൺസ് ഓൺലി പറ്റേണൽ അങ്കിൾസ്. പറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ബ്രദറിനെയാണ് പറ്റേണൽ അങ്കിൾ. അപ്പൊ അതാരാണ്, രമേശാണ്. അങ്കിൾസ് വൈഫ് എന്ന് പറയുമ്പോൾ അതാരാണ്, രമേശിന്റെ വൈഫാണ്. സോ രമേശിന്റെ വൈഫിന്റെ ബ്രദർ എന്ന് പറയുമ്പോൾ അത് രമേശിന്റെ ആരാണ്, ബ്രദർ ഇൻ ലോ ആണ്. സോ രാഹുൽ ആൻഡ് രമേശ് ആരാണ്, ബ്രദർ ഇൻ ലോസ് ആണ് രാഹുൽ ആൻഡ് രമേശ്. ഓക്കെ, അപ്പൊ ഐഡിയ പിടികിട്ടിയല്ലോ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. നമുക്ക് ആരുമായിട്ടുള്ള റിലേഷൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അവരുടെ റിലേഷൻസ് എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ബോയ്സ് ആർ monkeys. എല്ലാ ബോയ്സും എന്താണ്, monkeys ആണ്. സം പ്ലാന്റ്സ് ആർ monkeys. ചില പ്ലാന്റ്സും എന്താണ്, monkeys ആണ്. കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത് സം monkeys ആർ ബോയ്സ്. കറക്റ്റ് ആണ് അല്ലെ. എല്ലാ ബോയ്സും monkeys ആണെന്നാ പറഞ്ഞിരിക്കുന്നത്, എല്ലാ monkeysഉം ബോയ്സ് അല്ല. സോ ചില monkeys എന്താണ്, ബോയ്സ് ആണ്. ഓൾ പ്ലാന്റ്സ് ആർ ബോയ്സ്. എല്ലാ പ്ലാന്റ്സും ബോയ്സ് ആയിരിക്കുമോ, ആവാൻ ചാൻസ് ഇല്ല അല്ലെ. സോ കൺക്ലൂഷൻ 1 മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, എല്ലാ പ്ലാന്റ്സും ബോയ്സ് ആവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അടുത്തത്, ഒഫ്താൽമോളജിസ്റ്റ് കണ്ണാണ്. അങ്ങനെയാണെങ്കിൽ നെഫ്രോളജിസ്റ്റ് എന്താണ്, കിഡ്നിയാണ്. കിഡ്നിയുടെ ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക, നെഫ്രോളജിസ്റ്റ് എന്ന് പറയുക. നെർവ് സിസ്റ്റത്തിന്റെ ആണെങ്കിൽ നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്നാണ് പറയുക. ന്യൂറോളജിസ്റ്റ് ആണ്. ലിവറിന്റെ ആണെങ്കിൽ അയ്യോ ആ പേര് മറന്നുപോയല്ലോ, ലിവറിന്റെ ഡോക്ടറുടെ മറന്നുപോയി കേട്ടോ. സ്റ്റൊമക്കിന്റെ ഗ്യാസ്ട്രോളജിസ്റ്റ്. ഓക്കെ, ലിവറിന്റെ പൾമനോളജി അല്ല ലിവർ പൾമനോളജിസ്റ്റ് ചെസ്റ്റിന്റെ ആണ്. ഒരു സെക്കൻഡ്, ഞാൻ നോക്കി വെച്ചതാണ്, ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ലിവറിന്റെ ഹെപ്പറ്റോളജിസ്റ്റ്. ഓക്കെ, ലിവറിൻ്റെത് ഹെപ്പറ്റോളജിസ്റ്റ് ആണ്. ഓക്കെ, പൾമനോളജിസ്റ്റ് ചെസ്റ്റിന്റെ ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ആണ്.
സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. ദർ വിൽ ബി നോ അതർ ബാറ്റ്സ്മാൻ ഗ്രേറ്റർ ദാൻ സച്ചിൻ ടെണ്ടുൽക്കർ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല അല്ലെ. സച്ചിൻ ടെണ്ടുൽക്കറേക്കാൾ മികച്ച ബാറ്റ്സ്മാൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇല്ല എന്നല്ല, സച്ചിൻ ടെണ്ടുൽക്കർ എന്തായിരുന്നു? ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് കറക്റ്റ് അല്ല. സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ഇന്ത്യൻ ക്രിക്കറ്റിലെ ആയതുകൊണ്ട് തന്നെ ലോകത്തിലെയും ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. മേ ബി നമുക്ക് എന്ത് പറയാം? കൺക്ലൂഷൻ 2 ഫോളോസ് എന്ന് പറയാം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൺക്ലൂഷൻ 2 ഫോളോസ് എന്ന് പറഞ്ഞിട്ട് ആൻസർ കാണും. ചിലത് നൈദർ 1 or 2 ഫോളോസ് എന്നും കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് എറൈസ് ചെയ്യും. ഓക്കെ, മിസ്റ്റേക്ക് എറൈസ് ചെയ്യാണ് ചെയ്യുക. സോ അത് കൺഫ്യൂഷൻ വരണ്ട. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു ആൻസർ മാർക്ക് ചെയ്താൽ മാത്രമേ അവിടെ നമ്മൾ എറർ എറൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. സോ ഇത് രണ്ടും കൺഫ്യൂഷൻ ആണെന്ന് വെച്ച് വിട്ടു പോകരുത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്ത് വെക്കുക. ഇതിനകത്ത് ഇപ്പോൾ സെക്കൻഡ് കൺക്ലൂഷൻ ഫോളോ ചെയ്യാനും ചാൻസ് ഉണ്ട്, രണ്ടും ഫോളോ ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇനി ക്രിക്കറ്റ് നടക്കുന്ന ഗ്രൗണ്ടിനെ നമ്മൾ പിച്ച് എന്നാണ് പറയുക. സ്കേറ്റിംഗ് നടക്കുന്ന ഗ്രൗണ്ടിനെ നമ്മൾ എന്താ പറയുക? റിംഗ് എന്നാണ് പറയുക. ഓക്കെ, ഇത് അധികം ആർക്കും അറിയാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. സ്കേറ്റിംഗ് നടക്കുന്ന ഗ്രൗണ്ടിനെ നമ്മൾ റിംഗ് എന്നാണ് പറയുക. റിംഗ് അല്ല, റിംഗ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ബിയർ നമ്മൾ എങ്ങനെ എഴുതി? YVZI. അപ്പൊ അത് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. നമ്മൾ ABCDEF എന്ന് പറഞ്ഞിട്ട് ഒരു M വരെ എഴുതിയിട്ട് N ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് എഴുതാറുണ്ട് അല്ലെ. അപ്പോ ആ കാണുന്ന ഈ ഒരു ഓർഡർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ B ആണ്, ബിയുടെ ഓപ്പോസിറ്റ് എന്താണ്? Y ആണ്. ഇയുടെ ഓപ്പോസിറ്റ് എന്താ വരിക? V ആണ് വരിക. എയുടെ ഓപ്പോസിറ്റ് Z ആണ് വരിക. ആറിന്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? I ആണ് വരുന്നത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡിങ്ങിൻ്റെത് കണ്ടുപിടിക്കണം. അപ്പൊ ബിയുടെ ഓപ്പോസിറ്റ് എന്താ വരിക? ബിയുടെ ഓപ്പോസിറ്റ് Y ആണ് വരിക. യുടെ ഓപ്പോസിറ്റ് എന്താ വരിക? F ആണ് വരിക. ഓക്കെ, യു ഇവിടെയാണ് വരിക, മേലെ എന്ത് വരും? F ആണ് വരിക. ദെൻ ഐയുടെ ഓപ്പോസിറ്റ് R വരും. L ഓപ്പോസിറ്റ് O വരും. ഡിയുടെ ഓപ്പോസിറ്റ് W, ഐയുടെ ഓപ്പോസിറ്റ് R, N ഓപ്പോസിറ്റ് M, ജിയുടെ ഓപ്പോസിറ്റ് T. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് റെയിൽവേ ഈസ് കോഡഡ് ആസ് 24, 7, 15, 18, 29, 7, 31. എന്താണ് ഇവിടെ? 24. ആറിന്റെ നമ്പർ 24 അല്ല. ഇനി 6 കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ A നോക്കിയാൽ മതി. എയുടെ ഇത് 24 അല്ല അല്ലെ. പിന്നെ എന്താ അവിടെ ഉണ്ടായിരിക്കണേ? A കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? 7 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോ A1 ആണ്, പ്ലസ് 6 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്ലേസ് വാല്യൂസിന്റെ കൂടെ പ്ലസ് 6 ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ആൻസേഴ്സ് എല്ലാം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തറിയാം? R എത്രയാണ്? R നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്പർ അറിയണം അല്ലേ. നമ്പർ പ്രോപ്പർ ആയിട്ട് ABCDയുടെ നമ്പർ വൃത്തിയായിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. R എന്ന് വെച്ചാല് 18 ആണ്. ഓക്കെ, അപ്പോൾ 18 പ്ലസ് 6 ആണ് 24. A1 ആണ്. 1 പ്ലസ് 6 എന്താണ്? 7 ആണ്. I എന്താണ്? I 9 ആണ്. 9 പ്ലസ് 6 ആണ് 15. ഇനി L 12 ആണ്. 12 പ്ലസ് 6 എന്താണ്? 18. അങ്ങനെയാണ് ഇത് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ എങ്ങനെയാ വരിക? എസിന്റെ വാല്യൂ എന്താ? എസിന്റെ വാല്യൂ 19 ആണ്. 19 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 19 പ്ലസ്
19 പ്ലസ് 6 എന്ന് പറയുമ്പോൾ നമുക്ക് 25 എന്നാണ് വരിക. 25 എന്ന് വരും. ഇനി ടി ആണെങ്കിൽ എത്രയാണ്? 20 ആണ്. 20 പ്ലസ് 6 എന്താണ്? 26 ആണ്. ദെൻ എ 1 ആണ്, പ്ലസ് 6 7 ആണ്. ടി എന്താ? ടി 20 ആണ് അഗെയിൻ. സോ 26 എന്ന് വരും. ഐ എന്താ? ഐ 9 ആണ്. 9 പ്ലസ് 6 15 ആണ്. ഓ എങ്ങനെയാ വരുന്നത്? ഓ 15 ആണ്. പ്ലസ് 6 എന്ത് വരും? 21 എന്ന് വരും. എൻ എന്താണ്? 14 ആണ്. പ്ലസ് 6 എന്ത് വരും? 20 എന്ന് വരും. ഇതാണ് സ്റ്റേഷൻ എന്നുള്ള വേർഡ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് കറക്റ്റ് സെറ്റ് ഏതാണ് ഇവിടെ യൂസ്ഫുൾ ആവുന്ന കറക്റ്റ് സെറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ ഒരു വഴിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ 4 into 4 ചെയ്യുമ്പോൾ 16 ആണ് വരിക അല്ലെ? അപ്പൊ 6 ആണ് വരിക. 6 മൈനസ് 5 ചെയ്യുമ്പോൾ എന്താ വരിക? 1. യൂണിറ്റ് ഡിജിറ്റ് ആണ് നോക്കുന്നത്. 1 1 ഡിവൈഡഡ് ബൈ 8 അല്ലെങ്കിൽ 8ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾസ് 1 ആയിട്ട് പോകുന്നുണ്ടോ? എന്നാൽ മാത്രമല്ലേ ഇവിടെ ടോട്ടൽ 88 വരുള്ളൂ. സോ അതില്ല, അതുകൊണ്ട് അതല്ല എന്ന് മനസ്സിലായി. അടുത്തത് 64 പ്ലസ് 4 68 ആണ്. 68 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഡെസിമൽ വരും. സോ എന്തല്ല? അതുമല്ല ആൻസർ. നെക്സ്റ്റ് 68 മൈനസ് 5 എന്ന് പറയുമ്പോൾ 63 ആണ്. 63 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് വരില്ല. അപ്പൊ ഇനി എന്തായാലും ഇതായിരിക്കും ആൻസർ. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ 64 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 64 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 16 എന്നാണ് കിട്ടുക. 16 into 5 ചെയ്യുമ്പോൾ 16 into 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 80 എന്നാണ് കിട്ടുക. പ്ലസ് 8 എന്താണ്? 88 ആണ് ആൻസർ വരുന്നത്. സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ, ആൻസർ സെലക്ട് ചെയ്യാനായിട്ട്. അടുത്തത് സ്റ്റുഡൻസ് ചൂസൺ. ഓക്കെ, അപ്പൊ ട്രയാങ്കിളിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആർട്സ് ആണ്. സർക്കിളിലുള്ളവരൊക്കെ സയൻസ് ചൂസ് ചെയ്തവരാണ്. സ്ക്വയറിനകത്തുള്ളവരൊക്കെ എന്താണ്? ഡാൻസ് ചൂസ് ചെയ്തവരാണ്. നമുക്ക് ആദ്യം സയൻസ് ചൂസ് ചെയ്ത സ്റ്റുഡൻസ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സർക്കിളിനകത്തുള്ള എല്ലാം ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 62 പ്ലസ് 23 പ്ലസ് 12 പ്ലസ് 44 ആണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? 2 പ്ലസ് 3 5, 5 പ്ലസ് 2 7, 7 പ്ലസ് 4 11, ബാലൻസ് 1 7, 8 9 10, 10 പ്ലസ് 4 14. 141 സ്റ്റുഡൻസ് ആണ് എന്ത്? സയൻസ് ചൂസ് ചെയ്തിട്ടുള്ളത്. 141 സ്റ്റുഡൻസ് എന്ത് ചൂസ് ചെയ്തിട്ടുണ്ട്? സയൻസ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി സ്റ്റുഡൻസ് ഹാവ് ചോസൺ ഡാൻസ് ആൻഡ് സയൻസ്? ഡാൻസും സയൻസും ചൂസ് ചെയ്ത സ്റ്റുഡൻസ് ആരൊക്കെയാണ്? ഡാൻസ് എന്ന് വെച്ചാൽ സ്ക്വയർ ആണ്, സയൻസ് എന്ന് വെച്ചാൽ സർക്കിൾ ആണ്. അപ്പൊ സ്ക്വയറും സർക്കിളും മാത്രമായിട്ട് ഇരിക്കുന്നത് ആരൊക്കെയാണ്? 44 സ്റ്റുഡൻസ് ആണ് അല്ലെ? 44 സ്റ്റുഡൻസ് ആണ് ഡാൻസും സയൻസും ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ആർട്സും സയൻസും ചൂസ് ചെയ്തിട്ടുള്ളത്. ആർട്സും സയൻസും അപ്പൊ ആർട്സും സയൻസും ചൂസ് ചെയ്തിട്ടുള്ളത് 23 സ്റ്റുഡൻസ് ആണ്. കാരണം ഇത് എന്ത് വരും? ഇത് സയൻസ് കൂടെ വരും, ഡാൻസ് കൂടെ വരും. സോ ആർട്സും സയൻസും മാത്രമാണ്, ഇത് മാത്രമാണ് 23 സ്റ്റുഡൻസ് ആണ് ആർട്സും സയൻസും ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാ RRB SSC എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.